നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. നിലമ്പൂരിൽ പ്രചരണം കൊഴുപ്പിച്ച് മുന്നണികൾ. ഇടതു വലതു മുന്നണികൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരാണ് നിലമ്പൂരിലെന്ന് പ്രതിപക്ഷ നേതാവ്. അൻവറിന്റെ കാര്യത്തിൽ UDF സ്വീകരിച്ച നിലപാട് ശരിയെന്നും VD സതീശൻ. പിണറായി കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനെന്ന് PV അൻവർ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച ആശങ്കകൾ അറിയിക്കും. റോഡ് നിർമ്മാണത്തിൽ കോടികളുടെ അഴിമതിയെന്നും ഇതിനെതിരെ സർക്കാരിന് പരാതിയില്ലെന്നും പ്രതിപക്ഷ നേതാവ്. ഇന്ത്യ സഖ്യം വിട്ട AAP. ഒറ്റയ്ക്ക് മുന്നോട്ടു പോകാൻ തീരുമാനം. യഥാർത്ഥ സഖ്യം വേണ്ടത് കോൺഗ്രസും BJPയും തമ്മിലെന്ന AAP. പോക്സോ കേസ് പ്രതി പ്രവേശനോത്സവത്തിലെത്തിയ സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സ്കൂളിന് വീഴ്ച പറ്റിയെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട്. പത്തനംതിട്ടയിലെ പോക്സോ കേസ് അട്ടിമറിയിൽ ഗുരുതര കണ്ടെത്തലുമായി ആഭ്യന്തര വകുപ്പ്. തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ചികിത്സാ പിഴവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് കണ്ണുമാറി കുത്തിവയ്പ് നൽകി. ഇടതു കണ്ണിന് പകരം ചികിത്സ നൽകിയത് വലതു കണ്ണിന്. അസിസ്റ്റന്റ് പ്രൊഫസർ SS സുജേഷിനെ സസ്പെൻഡ് ചെയ്തു. IPL കിരീട നേട്ടത്തിൽ RCBക്കും കോഹ്ലിക്കും അഭിനന്ദന പ്രവാഹം. ഇന്ന് ബംഗളൂരു നഗരത്തിൽ രാജകീയ സ്വീകരണം. ആഘോഷത്തിനിടെ 2 മരണം. നിലമ്പൂരിൽ മുന്നണികൾ പ്രചരണം കൊഴുപ്പിക്കുകയാണ്. വാഹന പ്രചരണ ജാഥയുമായി സ്ഥാനാർത്ഥികൾ മുന്നേറുകയാണ്. നിലമ്പൂരിലേത് UDFും LDFും തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഷ്ട്രീയ പോരിനപ്പുറത്തേക്കുള്ള വിവാദത്തിന് ഇല്ലെന്നും ആരെയും അതിന് അനുവദിക്കില്ല എന്നും VD സതീശൻ പറഞ്ഞു. ഉത്തരം പറയേണ്ട ഒരു ആവശ്യമില്ല. UDFിന്റെ തീരുമാനമാണ്, യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമാണ് UDF ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പ്രഖ്യാപിച്ചത്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്, UDFിനാണ്. ഞാൻ UDF ചെയർമാൻ എന്ന നിലയിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഇത് സംബന്ധിച്ചൊന്നും കമന്റ്സ് ഇല്ല, ഒരു കമന്റ്സും ഇല്ല, അതില്ല. അത് ആരാഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളില്ല അതിന്. ഞങ്ങൾ ഇത് UDFും LDFും തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ്. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച PV അൻവർ. പിണറായി കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനെന്നും ആദ്യം വഞ്ചിച്ചത് VSനെ എന്നും അൻവർ. മലപ്പുറം ജില്ലയെയും മുനമ്പത്തെയും പിണറായി വഞ്ചിച്ചു. എന്നാൽ തന്നെ വഞ്ചകനാക്കാനാണ് ശ്രമമെന്നും അൻവർ ആരോപിച്ചു. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ആവർത്തിക്കുന്ന ആ ഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഹിന്ദു പത്രത്തിന് നൽകുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുകയും 150 കോടിയുടെ കുഴൽപ്പണവും പുലരുന്നതിന് മുമ്പ് പർച്ചേസ് ചെയ്ത ദിവസമായിരുന്നത്. ഒരാളും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. നിലമ്പൂരിൽ നിന്ന് TK അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, നിലമ്പൂരിൽ മുന്നണികൾ പ്രചരണം കൊഴുപ്പിക്കുകയാണ്, വാഹന ജാഥയൊക്കെയായി. പക്ഷേ അതിനേക്കാൾ കൊഴുക്കുകയല്ലേ നേതാക്കൾ തമ്മിലുള്ള ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ? ശ്രീജ, തീർച്ചയായും നേതാക്കൾ തമ്മിൽ, മുന്നണികൾ തമ്മിലും ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും വരുന്നു. ഇതിലേറ്റവും പ്രധാനം PV അൻവർ ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ തന്റെ മുൻ നിലപാടുകൾ വീണ്ടും ആവർത്തിച്ചു, അതിനേക്കാൾ കുറച്ചുകൂടി കടന്നു പറഞ്ഞു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയാണ് ഏറ്റവും വലിയ വഞ്ചകൻ എന്ന് PV അൻവർ പറഞ്ഞു. തന്നെ നേരത്തെ നിലമ്പൂരിൽ LDF കൺവെൻഷനിൽ മുഖ്യമന്ത്രി അൻവറിനെ വഞ്ചകൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇതിന് മറുപടി എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയാണ് ഏറ്റവും വലിയ വഞ്ചകൻ. VSനെ മുതൽ എല്ലാവരെയും അദ്ദേഹം വഞ്ചിച്ചു. കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചു, മലയോര മേഖലയിലെ ആളുകളെ വഞ്ചിച്ചു. പിണറായി വിജയനും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും കൂടി വഞ്ചനയും അഴിമതിയുമാണ് നടത്തുന്നത്. വയനാട് തുരങ്കപാത നിർമ്മാണം അഴിമതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മുണ്ടേരിയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള റോഡ് അട്ടിമറിച്ച് ആണ് തുരങ്കപാത ഉണ്ടാക്കുന്നത്. ഇതിലൂടെ കോടികൾ കമ്മീഷൻ തട്ടാനാണ് ശ്രമിക്കുന്നത് എന്നും മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനായി വന്നതിന് ശേഷം മുഖ്യമന്ത്രി വെറും അച്ഛനായി മാറിയെന്നും അൻവർ ആരോപിക്കുന്നു. ഇത്തരത്തിൽ അൻവറിന്റെ ഭാഗത്ത് ആരോപണം ഉണ്ടാകുമ്പോൾ UDFിനെ കാര്യമായി വിമർശിക്കാതെയായിരുന്നു അൻവർ പറയുന്നത്. പക്ഷേ UDF സ്ഥാനാർത്ഥി ആദ്യം ഷൗക്കത്തിനെതിരെ അൻവർ ആരോപണം ഉന്നയിച്ചു. അൻവർ പോർക്കുമെന്ന് നേരിട്ട്
ആര്യ ഷൗക്കത്തിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അൻവർ പറയുകയുണ്ടായി. മറ്റൊരു കാര്യം, ശരി, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു TK അരവിന്ദൻ. PV അൻവർ UDF-ന് ഒരു പ്രശ്നമേ അല്ല എന്ന് K മുരളീധരൻ. നിലമ്പൂരിൽ മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണ്. അതിൽ നല്ല മാർജിനിൽ UDF വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞത് അൻവർ മത്സരിക്കാതിരിക്കുകയോ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഇവിടെ അതൊരു പ്രശ്നമല്ല. നിലമ്പൂരിൽ മത്സരം UDF LDF ആയിട്ടാണ്. അത് ഞങ്ങൾ നല്ല മാർജിൻ ഞങ്ങൾ ജയിക്കും. അതുകൊണ്ട് ബാക്കി ആര് മത്സരിക്കുന്നു അത് അവരുടെ ഇഷ്ടം. അതുപോലെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മത്സരം UDF LDF മത്സരമാണ്. ഞങ്ങൾക്ക് നല്ല ഉറച്ച പ്രതീക്ഷയാണ് ആ സീറ്റിനെ കുറിച്ച്. കണ്ണൂർ ചെങ്ങളായി ചുഴലി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. പനങ്കുന്നത്താണ് 4 മീറ്ററോളം ആഴമുള്ള കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് റോഡിലെ കുഴി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സമയം കഴിയുന്തോറും കുഴിയുടെ ആഴം കൂടി വരികയായിരുന്നു. ഇതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് റോഡിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ വിദഗ്ധ പരിശോധന ആവശ്യമാണെന്ന് തളിപ്പറമ്പ് തഹസീൽദാർ അറിയിച്ചു. ആശങ്ക എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ഇലക്ട്രിസിറ്റി ജീവനക്കാരാണ് അവരുടെ കമ്പ് എത്തുമ്പോൾ അവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ചെറിയ രീതിക്ക് കണ്ട അർത്ഥം നമ്മളിന്ന് രാവിലെ നോക്കുമ്പോൾ വളരെ പേടിപ്പെടുത്തുന്ന രൂപത്തിലായിട്ടാണ് ഉള്ളത്. ഇപ്പം ബന്ധപ്പെട്ട അധികാരിയോട് അടിയന്തരമായി ജീവനജീവി പരിശോധിച്ച് കൂടുതൽ നടപടി എടുക്കണമെന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. നാട്ടുകാരാകെ ഇതിൻ്റെ അവസ്ഥ വെച്ച് നാട്ടുകാരാകെ ഒരു പ്രയാസത്തിലാണ് ഉള്ളത്. ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ബാധ്യത വാഹനവരാൻ സാധ്യതയുണ്ട്. റോഡ് നിർമ്മാണത്തിൽ കോടികളുടെ വൻ അഴിമതിയാണ് നടക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇതിനെതിരെ സർക്കാരിന് പരാതിയില്ലെന്നും പരാതിപ്പെടാൻ ധൈര്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാരിലെ ചിലർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് സംശയം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര വീഴ്ച. രോഗിക്ക് കണ്ണുമാറി കുത്തിവയ്പ് നൽകി. 59 വയസ്സുകാരിയായ രോഗിയുടെ ഇടത് കണ്ണിന് പകരം വലത് കണ്ണിൽ കുത്തിവയ്പ് നൽകിയ ഡോക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അസിസ്റ്റന്റ് പ്രൊഫസർ SS സുജേഷിനെ പ്രതിയാക്കി വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി അൺഫിൽ ഡിസൂസ ചേരുകയാണ്. അൺഫിൽറ്റ്, ഗുരുതര അനാസ്ഥ എന്ന് തന്നെ പറയണം. എന്താണ് ശരിക്കും സംഭവിച്ചത്? രോഗിയുടെ ബന്ധുക്കൾ പറയുന്നത് എന്താണ്? ഇതിനെതിരെ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? ശ്രീജ, വളരെ ഗുരുതരമായ അനാസ്ഥ, ഗുരുതരമായ വീഴ്ച തന്നെയാണ് തിരുവനന്തപുരം കണ്ണാശുപത്രി, സർക്കാർ കണ്ണാശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് രോഗി 59 വയസ്സുള്ള അസൂറ ബീവി ഒരാഴ്ചയായി ഈ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതായത് ഇവരുടെ കണ്ണിന് രക്താതി സമ്മർദ്ദം വന്നതിനെ തുടർന്ന് ഗുരുതരമായ ഒരു വീഴ്ച അസുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്നലെയായിരുന്നു ഇഞ്ചക്ഷൻ നൽകേണ്ടിയിരുന്നത്. തലേ ദിവസം തന്നെ ഇവർ അഡ്മിറ്റ് ആയിരുന്നു. എന്നാൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇടത് കണ്ണിനായിരുന്നു ഈ തകരാറുണ്ടായിരുന്നത്. ഈ രോഗം ബാധിച്ചത് ഇടത് കണ്ണിനായിരുന്നു. ഇത് ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് പുറത്തുനിന്ന് മരുന്ന് വാങ്ങി നൽകുകയും ചെയ്തിരുന്നു. മകനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് മരുന്ന് വാങ്ങി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഡോക്ടർ അതിന് ഇടതു കണ്ണിന്റെ ചികിത്സാർത്ഥമായി അവിടെ ഇഞ്ചക്ഷൻ നൽകുന്നതിന് മുന്നോടിയായി കണ്ണ് ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇഞ്ചക്ഷൻ നൽകിയപ്പോൾ ഡോക്ടർക്ക് പിഴവ് വന്നു. ഇടത് കണ്ണിന് പകരം വലത് കണ്ണിലായിരുന്നു ഈ മരുന്ന് മാറി കുത്തിവെച്ചത്. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട മകൻ പിന്നീട് ഡോക്ടറെ അറിയിച്ചുവെങ്കിലും അത് ഡോക്ടർ അംഗീകരിക്കാൻ തയ്യാറായില്ല. അത് വലത് കണ്ണിൽ ചുവപ്പുണ്ടായിരുന്നു, നീർക്കെട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്താണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും മകന് കാര്യം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ അതിവേഗം തന്നെ ആശുപത്രി അധികൃതർക്കെതിരെ പോലീസിൽ പരാതി നൽകുന്നു. അതിനുശേഷം DMOയ്ക്ക്, ആരോഗ്യമന്ത്രിക്ക്, ഒപ്പം മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകുന്നു. ഇന്നലെ ഈ പരാതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണം നടത്തുകയും അന്വേഷണ വിധേയമായി ഡോക്ടർക്ക് അനാസ്ഥ പറ്റി, ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ആ ഡോക്ടർ, അതായത് അസിസ്റ്റന്റ് പ്രൊഫസറായിരിക്കുന്ന ഡോക്ടർ SS സുജേഷിനെതിരെ അന്വേഷണ വിധേയമായി സുജേഷിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കൃത്യമായൊരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനപ്പുറത്തേക്ക് ഏറ്റവും ഗുരുതരമായ വീഴ്ച ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണാശുപത്രിയാണ്, ഏറ്റവും കൂടുതൽ ഇവർ ആശ്രയിക്കുന്ന ആശുപത്രി കൂടിയാണ്. നൂതനമായ സാങ്കേതിക വിദ്യകളൊക്കെ കൂടിയാണ് ഇപ്പോൾ ആശുപത്രി വലിയ രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരു ആശുപത്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ, കാസർഗോഡ് മുതൽ എല്ലാ ജില്ലകളിലുള്ളവരും കണ്ണാശുപത്രി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. ഇത്തരത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കണ്ണുമാറിയാണ് ട്രീറ്റ്മെന്റ് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുത്തിവയ്പ്പാണ് എടുക്കേണ്ടിയിരുന്നത്. അത് അവിടെ മരുന്നുണ്ടായിരുന്നില്ല.
ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് പുറത്തുനിന്ന് മരുന്ന് വാങ്ങുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോഴും വളരെ ഗുരുതരമായി ഇടത് കണ്ണിന് പകരം വലത് കണ്ണിൽ കുത്തിവയ്പ് നടത്തുകയും ചെയ്തു. പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നടപടി കണ്ടെത്തിയതിനെ തുടർന്ന് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വഞ്ചിയൂർ പോലീസ് ഈ ഡോക്ടറെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശ്രീജ. ശരി അൻഫിൽട്ട. തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൻഫിലിറ്റ് ഡിസോസ. മറ്റൊരു വാർത്തയിലേക്ക്. സ്കൂൾ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി മുകേഷ് എം നായർ പങ്കെടുത്തതിൽ പ്രധാന അധ്യാപകന് വീഴ്ച പറ്റിയെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട്. സ്കൂൾ അധികൃതരുടെ വീഴ്ച അംഗീകരിക്കാനാകില്ല എന്നും കർശന നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത തേടി വിദ്യാഭ്യാസ ഡയറക്ടർ അന്തിമ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയുണ്ടാകും. തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിലാണ് പ്രവേശനോത്സവത്തിൽ മുഖ്യാതിഥിയായി പോക്സോ കേസിലെ പ്രതി വ്ലോഗർ മുകേഷ് എം നായർ പങ്കെടുത്തത്. സംഭവം വിവാദമായതോടെ മുകേഷ് എം നായരെ പങ്കെടുപ്പിച്ചത് സ്പോൺസർമാരാണ് എന്ന വിശദീകരണമാണ് സ്കൂൾ അധികൃതർ നൽകിയത്. തങ്ങൾക്ക് ഇക്കാര്യത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് സ്കൂൾ അധികൃതർ കൈയൊഴിയാൻ ശ്രമിക്കുമ്പോഴാണ് കർശന നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് രംഗത്ത് വരുന്നത്. ഒരു പോക്സോ കേസിലെ പ്രതിയെ മുഖ്യ അതിഥിയായി പങ്കെടുപ്പിച്ചതിൽ സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്കൂൾ അധികൃതർക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാകില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് കാട്ടി വിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് റിപ്പോർട്ട് മടക്കി അയച്ചിട്ടുണ്ട്. അതേസമയം സ്കൂൾ അധികൃതരുടെ വീഴ്ച അംഗീകരിക്കാനാകില്ല എന്നും കർശന നടപടിയുണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കി. സ്വാഭാവികമായിട്ട് അവരെന്ത് പറഞ്ഞാലും എന്ത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്കൂൾ അധികൃതർക്ക് അതിനൊരു വീഴ്ചയുണ്ടല്ലോ. അപ്പോൾ ഒരു സന്നദ്ധ സംഘടന അവിടെ അവരെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിദ്യാർത്ഥികളുടെ ഒരു സംസ്ഥാനാടിസ്ഥാനത്ത് നടക്കുന്ന ഒരു പൊതുചടങ്ങിൽ ആരെയും കയറ്റി പങ്കെടുപ്പിക്കാൻ പറ്റൂലല്ലോ. ഒരു HM-നും അവിടുത്തെ ടീച്ചർമാർക്കും ഇങ്ങനെ ഒരു വ്യക്തിയെ അറിയില്ല എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിലെത്തി ഹെഡ്മാസ്റ്ററുടെ മൊഴിയെടുത്തു. സ്കൂളിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനെത്തിയ സംഘടനയാണ് മുകേഷ് എം നായരെ പങ്കെടുപ്പിച്ചത് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അർദ്ധനഗ്നയാക്കി വീഡിയോ ചിത്രീകരിച്ച കേസിൽ പ്രതിയാണ് മുകേഷ് എം നായർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ടയിലെ പോക്സോ കേസ് അട്ടിമറിയിൽ ഗുരുതര കണ്ടെത്തലുമായി ആഭ്യന്തര വകുപ്പ്. 16-കാരിയെ ഹൈക്കോടതി അഭിഭാഷകൻ ബലാത്സംഗം ചെയ്തു എന്ന കേസിന്റെ തുടക്കത്തിൽ നടന്നത് വലിയ അട്ടിമറി. 1-ാം പ്രതി നൌഷാദും 2-ാം പ്രതിയും CWC ചെയർമാന്റെ ഓഫീസിൽ നേരിട്ട് പോയി കേസ് ഒത്തുതീർപ്പാക്കാനോ സ്വാധീനിക്കാനോ ശ്രമിച്ചു എന്നാണ് കണ്ടെത്തൽ. അതിജീവിത ശക്തമായി നിലപാടെടുത്തതോടെ ഒടുവിൽ CWCക്ക് റിപ്പോർട്ട് പോലീസിന് കൈമാറേണ്ടി വന്നു. CWC റിപ്പോർട്ട് നൽകാൻ 10 ദിവസത്തെ കാലതാമസം വരുത്തിയതും പ്രതികൾക്ക് ഗുണമായി. കോന്നി DYSPയെയും CIയെയും സസ്പെൻഡ് ചെയ്തുള്ള ആഭ്യന്തര വകുപ്പ് ഉത്തരവിലാണ് ഈ ഗൗരവമേറിയ കണ്ടെത്തലുള്ളത്. 1-ാം പ്രതിയുടെയും ഭാര്യയുടെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാണ് ഇത് കണ്ടെത്തിയത്. കേസിന്റെ തുടക്കത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയതിനാണ് വകുപ്പ് തല അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം DYSPയെയും CIയെയും സസ്പെൻഡ് ചെയ്തത്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം. നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെ ബോബി നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ലൈംഗിക അധിക്ഷേപം, പിന്തുടർന്ന് ശല്യം ചെയ്യലടക്കം 2 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ബോബി ചെമ്മണ്ണൂരിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ബോബി ചെമ്മണ്ണൂർ നടിക്കെതിരെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്നും നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു പ്രയോഗങ്ങളെന്നും കുറ്റപത്രത്തിലുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ പലർക്കുമെതിരെ പ്രതി നടത്തിയ ലൈംഗികാധിക്ഷേപത്തിന്റെ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ലൈംഗികാധിക്ഷേപത്തിന് പുറമെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന്റെ വകുപ്പും ചുമത്തിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ നടത്തിയ അഭിമുഖങ്ങളുടെ വീഡിയോ ക്ലിപ്പുകളും നടിയുടെ രഹസ്യമൊഴിയും സാക്ഷിമൊഴികളും കേസിൽ നിർണായകമാണ്. നടിയുടെ പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. ജനുവരി 8-ന് വയനാട്ടിലെ റിസോർട്ടിന് സമീപത്ത് നിന്നാണ് ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് കാക്കനാട് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി. ജയിൽ മോചിതനായ ശേഷം പരസ്യമായി മാപ്പ് ചോദിച്ച് ബോബി ചെമ്മണ്ണൂർ രംഗത്തെത്തിയിരുന്നു. മാർക്കറ്റിംഗിനായി പലതും പറയാറുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നുമായിരുന്നു പ്രതികരണം. അമൃത ന്യൂസ്, കൊച്ചി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ദേശീയപാത നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച ആശങ്കകൾ മുഖ്യമന്ത്രി ഗഡ്കരിയെ ധരിപ്പിക്കും. മലപ്പുറം കൂരിയാട് ഉൾപ്പെടെ പാത തകർന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ചയാകും നടക്കുക. തകർന്ന സ്ഥലങ്ങളിൽ ബദൽ പാതയടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. മന്ത്രി മുഹമ്മദ് റിയാസും KV തോമസും
മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. നാടിന്റെ വികസനത്തിനായി കൂടുതൽ സംഭാവന തേടി സർക്കാർ. വികസനത്തിനായി പരമാവധി സംഭാവന സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഭൂമിയും സാധനങ്ങളും പണവും സേവനവും സംഭാവനയായി സമാഹരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച് സർക്കാർ സർക്കുലർ പുറത്തിറക്കി. സംഭാവന വാങ്ങി ഉപയോഗിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രകടനം വർഷം തോറും വിലയിരുത്തും. മികച്ച സ്ഥാപനങ്ങളെ തെരഞ്ഞെടുക്കാൻ ഇത് മാനദണ്ഡമാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. 6ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപന പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും തദ്ദേശ വകുപ്പ് അയച്ച പ്രത്യേക സർക്കുലറിലാണ് സംഭാവനകളുടെ സാധ്യതകൾ തേടാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആദായ നികുതി കരാർ നിയമങ്ങൾ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിനും അനുസരിച്ചാണോ സംഭാവനയെന്ന് ഉറപ്പാക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. സ്കൂളുകൾ, ആശുപത്രികൾ, അങ്കണവാടികൾ, ബഡ് സ്കൂളുകൾ, മറ്റ് ക്ഷേമ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെ സൗകര്യങ്ങൾ കൂട്ടുന്നതിലും വെള്ളം, റോഡ്, കളിസ്ഥലം, പാർക്ക് തുടങ്ങിയ പദ്ധതികളിലും സംഭാവനയ്ക്ക് വലിയ സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം വിടുന്നു. സഖ്യവുമായി ഇനി സഹകരിക്കില്ല എന്ന് ആപ് നേതൃത്വം വ്യക്തമാക്കി. ബിജെപിയും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിൽക്കുന്നു എന്നാരോപിച്ചാണ് ആം ആദ്മി പാർട്ടി സഖ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ബി.ജെ.പിക്കെതിരെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത മുന്നണിയാണ് ഇന്ത്യ സഖ്യം. സഖ്യം രൂപീകരിച്ചത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു എന്നാണ് എ.ഐ.പിയുടെ ഭാഷ്യം. കോൺഗ്രസുമായുള്ള ഭിന്നത വ്യക്തമാക്കി എ.ഐ.പി ദേശീയ മാധ്യമ വിഭാഗം മേധാവി അനുരാഗ് ധണ്ടയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും പുറത്തുവന്നു. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ അണിയറയിൽ കൂട്ടുകെട്ട് നിലനിൽക്കുന്നു എന്നാണ് എ.ഐ.പി നേതാവിന്റെ ആരോപണം. മോദിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ രാഹുൽ ഗാന്ധി പറയുന്നുള്ളൂ. പകരമായി ഗാന്ധി കുടുംബത്തെ ജയിലിലേക്ക് പോകുന്നതിൽ നിന്ന് മോദി രക്ഷിക്കുന്നുവെന്നും ധണ്ട ആരോപിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതിൽ നിന്ന് എ.ഐ.പി വിട്ടുനിൽക്കുകയും പ്രത്യേകം കത്ത് നൽകുകയും ചെയ്തു. പരസ്പരം രാഷ്ട്രീയ നിലനിൽപ്പിനു വേണ്ടി ഉറപ്പു നൽകുന്നവരായി മോദിയും രാഹുലും മാറിയതായി എ.ഐ.പി പ്രസ്താവനയിൽ ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തെക്കുറിച്ചുള്ള എ.ഐ.പി നേതാവിന്റെ പ്രതികരണം വന്നത്. ഇന്ത്യ ബ്ലോക്ക് രൂപീകരിച്ചത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ്. ഈ സഖ്യം പ്രതിപക്ഷ പാർട്ടികൾക്ക് 240 സീറ്റുകൾ നേടിക്കൊടുത്തു. ഇത് ഒരു സുപ്രധാന നേട്ടമാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സഖ്യം അതിന്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു. പാർട്ടി ഇനി ബ്ലോക്കിന്റെ ഭാഗമല്ല. വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ എ.ഐ.പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും അനുരാഗ് ധണ്ട സൂചിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലും ഗുജറാത്തിലും ഹരിയാനയിലും കോൺഗ്രസും എ.ഐ.പിയും സഖ്യകക്ഷികളായി മത്സരിച്ചു. എന്നാൽ ഹരിയാന, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരസ്പരം മത്സരിച്ചു. ഇത്തരത്തിലുള്ള രണ്ട് പാർട്ടികൾ ഇന്ത്യ ബ്ലോക്കിൽ സഖ്യകക്ഷികളായി എങ്ങനെ മുന്നോട്ടു പോകുമെന്നത് വലിയ ചോദ്യമാണെന്നും എ.ഐ.പി ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പഞ്ചാബിൽ ചാരവൃത്തി ആരോപിച്ച യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തു. 11 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ജസ്ബീർ സിംഗ് എന്ന യൂട്യൂബറെയാണ് അറസ്റ്റ് ചെയ്തത്. ജാൻ മഹാൽ എന്നാണ് ചാനലിന്റെ പേര്. നേരത്തെ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു എന്നും യൂട്യൂബർ പാകിസ്ഥാൻ സന്ദർശിച്ചുവെന്നും പോലീസ് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച എലോൺ മസ്ക്. ട്രംപിന്റെ നിർദ്ദിഷ്ട ചെലവ് ബില്ലിനെ മസ്ക് രൂക്ഷമായി വിമർശിച്ചു. വെറുപ്പുളവാക്കുന്ന മോശം ബില്ല് എന്നാണ് മസ്ക് വിശേഷിപ്പിച്ചത്. എക്സ് പോസ്റ്റിലാണ് മസ്ക് ബില്ലിനെ വിമർശിച്ചത്. ബില്ലിന് വോട്ട് ചെയ്തവരെ ഓർത്ത് ലജ്ജ തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പരിഗണിക്കുന്ന ഈ ബില്ല് പൗരന്മാരെ താങ്ങാനാവാത്ത കടബാധ്യതയിലേക്ക് തള്ളിവിടുമെന്നും അദ്ദേഹം അറിയിച്ചു. അപകടകാരികളായ രോഗാണുക്കളെ അമേരിക്കയിലേക്ക് കടത്തിയ സംഭവത്തിൽ 2 ചൈനീസ് പൗരന്മാർ അറസ്റ്റിൽ. ഇരുവർക്കുമെതിരെ ഗൂഢാലോചന, തെറ്റായ വിവരങ്ങൾ നൽകൽ, വിസ തട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി US നീതിന്യായ വകുപ്പ് കേസെടുത്തു. ഫ്യൂസേറിയം ഗ്രാമിനേറിയം എന്ന രോഗാണുവിനെയാണ് കടത്തിയത്. ഗോതമ്പ്, ബാർലി, ചോളം, അരി എന്നിവയെ ബാധിക്കുന്ന രോഗാണുവാണിത്. ഇവ മനുഷ്യരിലും കന്നുകാലികളിലും ഛർദി, കരൾ രോഗം, പ്രത്യുൽപാദന വൈകല്യം എന്നിവ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിലെ ലബോറട്ടറിയിൽ പഠനാവശ്യത്തിനായാണ് ഇവ കടത്തിയതെന്ന് അറസ്റ്റിലായവർ സമ്മതിച്ചു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്തോടെ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ആദ്യത്തെ പ്രീമിയർ CBSE ഗ്ലോബൽ സ്കൂൾ ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. സ്കൂളിന്റെ ഉദ്ഘാടനം നാളെ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി നിർവഹിക്കും.
പുതിയ കാലത്തെ പഠന രീതികളെ കാലാതീതമായ മൂല്യങ്ങളുമായി സംയോജിപ്പിച്ച വിദ്യാർത്ഥികളെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് അമൃത ഗ്ലോബൽ സ്കൂളിന്റെ ലക്ഷ്യം. വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ലോകോത്തര സൗകര്യങ്ങളോടെ അനുഭവാധിഷ്ഠിത പഠനമാണ് സ്കൂൾ ലക്ഷ്യമിടുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയും അനുഭവ പരിചയവും പകർന്നു നൽകി പാഠ്യേതര വിഷയങ്ങളിലൂടെ മികവുറ്റ വിശ്വപൗരന്മാരെ രൂപപ്പെടുത്തിയെടുക്കുക. പ്രതികൂല സാഹചര്യങ്ങളിൽ പതറാതെ ശാരീരികമായും വൈകാരികമായും ആരോഗ്യമുള്ള വ്യക്തികളെ വളർത്തിയെടുക്കുക എന്നതാണ് ഗ്ലോബൽ സ്കൂളിലൂടെ ലക്ഷ്യമിടുന്നത്. നാട്ടിൻപുറങ്ങളിലുള്ള സാധാരണക്കാരായ കുട്ടികൾക്കും ഗ്ലോബൽ എഡ്യൂക്കേഷൻ നൽകുക. ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിലൂടെ ഒരു കുട്ടിയെ ഗ്ലോബൽ സിറ്റിസണാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഗ്ലോബൽ സ്കൂളിൻ്റെ വിഷൻ. അതിനുവേണ്ടി ഗ്ലോബലി ഉള്ള സിലബസിലൂടെ എല്ലാ ഫെസിലിറ്റികളും കൊടുത്ത് സാധാരണ സ്കൂളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഒരു കുട്ടിയെ വളർത്തിയെടുത്ത് അവനെ നല്ല ഒരു യുവതലമുറയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഗ്ലോബൽ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ ശാരീരിക ശക്തിയും ആത്മവിശ്വാസവും ടീം വർക്കും വളർത്തിയെടുക്കാൻ അക്കാഡമിക് മികവിനോടൊപ്പം ഇൻഡോർ ഔട്ട്ഡോർ കായിക വിനോദങ്ങളും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഡയറ്റീഷ്യന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന സമീകൃത ആഹാരമാണ് കുട്ടികൾക്ക് നൽകുക. ഒരു ക്ലാസ് മുറിയിൽ 20 കുട്ടികളാണുള്ളത്. പൂർണ്ണമായും ശീതീകരിച്ച ക്ലാസ് മുറികളും സ്കൂൾ ബസ്സുകളുമാണ് അമൃത ഗ്ലോബൽ സ്കൂൾ ഒരുക്കിയിരിക്കുന്നത്. ആലപ്പുഴ നഗരത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ വർഷം പ്രീ പ്രൈമറി 1-ാം ക്ലാസ് വരെയാണ് ഉണ്ടാവുക. അടുത്ത വർഷം 5-ാം ക്ലാസ് വരെയുണ്ടാകും. നവീനമായ ചിന്തയും കാഴ്ചപ്പാടുകളുമായി ആലപ്പുഴ നഗരത്തിന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുകയാണ് അമൃത ഗ്ലോബൽ സ്കൂൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി സുകാന്ത് സുരേഷുമായി പോലീസ് കൊച്ചിയിൽ തെളിവെടുപ്പ് നടത്തി. സുകാന്ത് താമസിച്ചിരുന്ന നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിലായിരുന്നു തെളിവെടുപ്പ്. തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘമാണ് സുകാന്തുമായി നെടുമ്പാശ്ശേരിയിലെത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥനായിരുന്നു സുകാന്ത്. യുവതിയെ കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിൽ പ്രതി എത്തിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുന്നുണ്ട്. പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നു, എന്നാൽ ആത്മഹത്യ ചെയ്തത് എന്തിനായിരുന്നു എന്ന് തനിക്ക് അറിയില്ല എന്നാണ് സുകാന്ത് മൊഴി നൽകിയത്. ഇന്നലെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. 3 ദിവസത്തേക്കാണ് സുകാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മലപ്പുറം കാളികാവിൽ തോട്ടം തൊഴിലാളിയെ കടിച്ചുകൊന്ന കടുവയെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞില്ല. 20 ദിവസങ്ങൾക്ക് മുൻപാണ് റബ്ബർ ടാപ്പിംഗ് ജോലി ചെയ്യുന്നതിനിടെ തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കടിച്ചുകൊന്നത്. മെയ് 15-നാണ് ഗഫൂറിനെ കടുവ കൊലപ്പെടുത്തിയത്. അന്നു തന്നെ ദൗത്യസംഘം തിരച്ചിൽ ആരംഭിച്ചു. ഗഫൂർ കൊല്ലപ്പെട്ട കാളികാവ് അടക്കാക്കുണ്ട് പരിസരത്ത് നിരവധിയിടങ്ങളിൽ ക്യാമറകളും കൂടുകളും സ്ഥാപിച്ചിരുന്നു. 60-അംഗ RTT സംഘം 4 ഗ്രൂപ്പുകളായി തിരച്ചിൽ നടത്തിയിരുന്നു. ലൈവ് സ്ട്രീം ക്യാമറകളും ഡ്രോണുകളുമെല്ലാം ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ. കടുവയെ മയക്കുവെടി വെക്കാൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘവും പ്രദേശത്ത് ക്യാമ്പ് ചെയ്തു. തിരച്ചിലിന്റെ 2-ാം ദിവസം കടുവയുടെ കാൽപ്പാടുകൾ സമീപ പ്രദേശത്ത് നിന്ന് കണ്ടെത്തി. 2 തവണ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങളും ലഭിച്ചു. ഒരു തവണ ദൗത്യസംഘം കടുവയുടെ 10 മീറ്റർ അടുത്ത് വരെ എത്തിയെങ്കിലും വെടിവെക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും കടുവ കൂട്ടിൽ കുടുങ്ങിയില്ല. ഇതിനിടെ കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ദിവസങ്ങൾ പിന്നിട്ടിട്ടും കടുവയെ പിടികൂടാൻ കഴിയാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ 20 ദിവസമായി പലർക്കും ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. തോട്ടം തൊഴിലെടുക്കുന്ന നിരവധി പേരാണ് കടുവാ ഭീതി കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ക്യാമറകൾ മാറ്റി വെച്ചെങ്കിലും കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കടുവയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ദൗത്യസംഘം മടങ്ങുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, മലപ്പുറം. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി തീർത്ഥാടകർ മിനയിൽ എത്തി തുടങ്ങി. തീർത്ഥാടകർ ഇന്ന് രാത്രി മിനായിൽ രാപ്പാർക്കും. സൗദിയുടെ ഹെൽത്ത്, ട്രാഫിക് അടക്കമുള്ള എല്ലാ മന്ത്രാലയങ്ങളും പൂർണ്ണ സജ്ജമാണ്. പുണ്യഭൂമി പൂർണ്ണമായും സൗദി സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാണ്. ഈ വർഷം ആഭ്യന്തര തീർത്ഥാടകർ അടക്കം 18 ലക്ഷത്തോളം പേരാണ് ഹജ്ജിനെത്തുക. IPL വിജയാഘോഷത്തിന്റെ ഭാഗമായി RCB ബംഗളൂരുവിൽ നടത്താനിരുന്ന റാലി റദ്ദാക്കി. അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യതയുള്ളതിനാലാണ് പോലീസ് അനുമതി നിഷേധിച്ചത്. എന്നാൽ ചെന്നൈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആഘോഷം നടക്കും. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ബംഗളൂരു IPL ട്രോഫി സ്വന്തമാക്കിയത്. കിരീട നേട്ടത്തിൽ RCBക്കും കോഹ്ലിക്കും അഭിനന്ദന പ്രവാഹമാണ്. വിവിധയിടങ്ങളിൽ വിജയാഘോഷം നടന്നു. വിജയാഘോഷത്തിനിടെ 2 പേർ മരിച്ചു. ഷിമോഗയിൽ റാലിക്കിടെ ബൈക്ക് മറിഞ്ഞാണ് ഒരാൾ മരിച്ചത്. ബലഗാവിയിൽ ആഘോഷത്തിനിടെ ഹൃദയാഘാതമുണ്ടായി മറ്റൊരാൾ മരണപ്പെട്ടു. വാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.